ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ട് ലബനനിൽ പുതിയ ആക്രമണങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചതിന് തൊട്ടുപിന്നാലെ ആക്രമണം പ്രഖ്യാപിച്ചു. അതേസമയം ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തെ തടയാനുള്ള ശ്രമം US പ്രതിനിധി സഭ നിരസിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തമിഴ്നാട് ഗവർണർ RN രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിച്ചു. നിർണായക സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് തമിഴ്നാടിന്റെ അധിക ചുമതല നൽകി. ജോർഹട്ടിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെ അസമിലെ കർബി ആംഗ്ലോങ് പ്രദേശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു സുഖോയ് 30 MKI യുദ്ധവിമാനം തകർന്നു വീണതായി ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു. തിരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് IAF പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലമുണ്ടായ ഗുരുതരമായ ഷിപ്പിംഗ് നേരിടാൻ അരി കയറ്റുമതിക്കാർ അടിയന്തര സർക്കാർ സഹായം ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിൽ 60,000 മെട്രിക് ടൺ ബസുമതി അരി അടങ്ങിയ 3000 കണ്ടെയ്നറുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇന്ത്യയുടെ ദേശീയ അരി കയറ്റുമതിയുടെ പകുതിയോളം ആഫ്രിക്കയുമായും പശ്ചിമേഷ്യയുമായും ചേർന്ന് നടക്കുന്നുണ്ടെന്ന് വാദിച്ചുകൊണ്ട് നിലവിലെ ലോജിസ്റ്റിക്സ് തടസ്സത്തെ അസാധാരണമായ സാഹചര്യങ്ങളുടെ നിർബന്ധിതമായ മജ്യൂർ തരമായി അംഗീകരിച്ച് ഒരു ഔദ്യോഗിക ഉപദേശം പുറപ്പെടുവിക്കണമെന്ന് കയറ്റുമതിക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു.